തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവരാണ് നമ്മൾ. സ്ക്രീനിൽ തെളിയുന്ന സിനിമാ രംഗങ്ങളിൽ മുഴുകിയിരിക്കുന്ന നമ്മളിൽ എത്ര പേർ ആ ദൃശ്യങ്ങൾ അവിടെ പതിയുന്നതിന് കാരണമായിക്കൊണ്ട് ഒരു പ്രൊജക്ടർ അവിടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ട്. സിനിമ കാണുമ്പോഴോ അത് കഴിയുമ്പോഴോ എങ്കിലും സത്യത്തിൽ നമ്മുടെ ജീവിതവും ആ ഒരു സ്ക്രീനിനെ പോലെയാണ്. അതിൽ പതിയുന്ന രംഗങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങളും. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ശ്രദ്ധിച്ച് മുഴുകിയിരിക്കുന്ന നമ്മൾ അറിയുന്നില്ല ആ ഒരു ജീവിതാനുഭവങ്ങൾക്ക് കാരണമായിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു പ്രൊജക്ടറും ഫിലിമും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ആ പ്രൊജക്ടറാണ് നമ്മുടെ മനസ്സ്. അതിലൂടെ കടന്നു പോകുന്ന ഫിലിമാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ മനോചിത്രങ്ങളും അല്ലെങ്കിൽ വിഷ്വലൈസേഷൻസുമെല്ലാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലൂടെ കടത്തിവിടുന്ന ചിന്തകളും മനോചിത്രങ്ങളും അല്ലെങ്കിൽ വിഷ്വലൈസേഷൻസുമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളായി ക്രമേണ രൂപപ്പെട്ടു വരുന്നത്. തിയേറ്ററിലെ സ്ക്രീനിൽ തെളിയുന്ന ഒരു രംഗം നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് കഴിയുന്നവരെ അവിടെ ഇരിക്കുവാനേ പറ്റും. അതേസമയം നമ്മുടെ ജീവിതത്തിലെ ഒരു രംഗം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിലിം നമുക്ക് മാറ്റിയിടാൻ പറ്റും. അതായത് നമ്മുടെ മനസ്സിലൂടെ കടത്തിവിടുന്ന ചിന്തകളും വിഷ്വലൈസേഷൻസും മാറ്റിക്കൊണ്ട് ആ അനുഭവങ്ങളെ ക്രമേണ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി തന്നെയാണ് നമുക്ക് ചിന്തിക്കുവാനും വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവ് ഈ യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ക്രിയേറ്റ് ചെയ്ത് സൃഷ്ടിച്ചെടുക്കുവാനും വേണ്ടി.